നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് വേണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം. വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. ഇതേപോലത്തെ വീഡിയോകൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബൂടെ ചെയ്യുക. നേരെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഏതാണെന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിലാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എന്താണ് ബ്രോ 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് 3 രൂപയ്ക്ക് ഫോളോസ് ഉണ്ടെന്ന് പറഞ്ഞ ഒരു പരസ്യം കണ്ടല്ലോ, അതെന്തുവാന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. അതെന്തുവാന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ താഴെ തന്നെ കണ്ടോ വാച്ച് നൗ, അവിടെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട് 5 രൂപയ്ക്കും 1 രൂപയ്ക്കും ഫോളോസ് വാങ്ങുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെട്ടാലോ. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലാക്ക് ബോക്സ് ഓപ്പൺ വെബ്സൈറ്റ് എന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. അപ്പം നേരെ നിങ്ങൾ പോകുന്നത് യൂട്യൂബിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണകത്ത് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അത് ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഞാനത് എനേബിൾ ചെയ്ത്, അപ്പം ഞാനിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. സപ്പോർട്ട് വേണം കേട്ടോ മച്ചന്മാരെ, നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ചാനലുണ്ട്. അത് 2 സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ സെക്കൻഡ് ചാനലാണ്. ഇത് മൊത്തം ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ക്രോം ബ്രൗസറിലേക്ക് വരിക തിരിച്ച്. എന്നിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗോ ടു വെബ്സൈറ്റ് എന്ന് ബ്ലാക്ക് ബോക്സ് വന്നിട്ടുണ്ട്. ആ ഒരു ഗോ ടു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, എനിക്കിവിടെ ഇൻസ്റ്റഗ്രാം ലോഗോ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ ബ്ലർ ആക്കുന്നുണ്ട്. പിന്നെ പ്രൂഫും കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് വീഡിയോ കാണിച്ചാൽ കോപ്പിറൈറ്റ് വരും. ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ട് നിങ്ങളങ്ങ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫോളോവേഴ്സ് കിട്ടും. ഇത് കണ്ടോ, ഒന്നാം സർവർ 1, സർവർ 2, സർവർ 3, ഇത് 3 വെബ്സൈറ്റാണ്. ഈ 3 വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോളോസ് കിട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ താണ്ട ഈ ഒരു ഇൻസ്റ്റ അങ്ങനെ എന്തൊക്കെയാണ് .org എന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് പോലെ മേളിൽ തന്നെ ഈ ഒരു ബട്ടൺ കണ്ടോ, ഇത് ലോഗിൻ ബട്ടനാണ്. തുർക്കി ഭാഷ ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഏറ്റവും മേളിൽ തന്നെ 2 ബോക്സ് ഉണ്ട്, 1, 2. അതിന് മുമ്പായിട്ട് നമുക്കിത് ഇംഗ്ലീഷിലേക്ക് ആക്കാം. അതിന് വേണ്ടി സെലക്ട് ലാംഗ്വേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സെലക്ട് ലാംഗ്വേജ് കൊടുത്തിട്ട് നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ ഇംഗ്ലീഷ് മേളിലാണെന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് അതാണ്ട് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഒന്നും വന്നില്ലല്ലോ. ഓക്കെ, യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഒരിക്കലും കൊണ്ട് ഒറിജിനൽ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ചെയ്യരുത്. ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. ഇതിനായിട്ട് ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ പുതിയൊരു ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് വേണം ഇവിടെ ലോഗിൻ ചെയ്യാൻ. ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ഒറിജിനൽ അക്കൗണ്ടിൽ നമുക്ക് സേഫായിട്ട് ഫോളോവേഴ്സിനെ കൂട്ടാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്തു. ശേഷം നമ്മൾ ഫേക്ക് അക്കൗണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, ശേഷം നമ്മൾ താഴത്തെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കിടിലൻ വെബ്സൈറ്റ് ആണെന്ന്, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സ് കിട്ടാം. പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇവൻ ഇത് മുന്നേ ചെയ്ത വെബ്സൈറ്റ് അല്ല മച്ചാമാരെ, ഇത് ഇതിൻ്റെ ഡൊമൈൻ നെയിം, അതായത് ഇത് instamodo.org എന്നാണ്. മറ്റേത് പല പേരിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എല്ലാ വെബ്സൈറ്റും ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ വാരി കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് ഗായ്സ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ തന്നെ ഇറക്കിയ മല്ലു ഫോളോ എന്ന് പറയുന്ന ആപ്പ് എല്ലാവരും നല്ല രീതിയിൽ യൂസ് ചെയ്യുക. അതിൽ പെർ ഡേ 50 പേരെ മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യാവുള്ളൂ. എന്നിട്ട് അടുത്ത ഡേ 50 പേരെ കുറച്ച് ചെയ്യുക. നമുക്ക് മലയാളി ഫോളോസാണ് അതുവഴി കിട്ടുന്നത്. അത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ പറഞ്ഞപ്പോൾ പലർക്കും മനസ്സിലായി കാണത്തില്ല, അത് അവസാനം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൈസ്, ഇവിടെ വന്നിട്ട് 420 എന്ന് എഴുതിയിട്ടുണ്ട്. 420. ഓക്കെ, ആ 420 എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് 70 ലൈക്കും കൂട്ടാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഏത് ഫോട്ടോയ്ക്കാണോ ലൈക്ക് കൂട്ടേണ്ടത് ആ ഫോട്ടോയുടെ ലിങ്കാണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 420 എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മൾ താപ്പോട്ട് സ്ക്രോൾ ചെയ്യുക. ഓക്കെ, താപ്പോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ
ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ നിങ്ങൾക്ക് ഫോളോസ് കൂട്ടേണ്ട അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫ്ലാഗ്ഡ് റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്യണം. അതെങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫ്ലാഗ് ഓഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കാം. അത് കണ്ട് ഉറപ്പായിട്ട് ഓഫ് ചെയ്തിട്ടേ ഇത് ട്രൈ ആവുള്ളൂ, എന്നാലേ ഫോളോസ് കയറും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ആ ഒരു അക്കൗണ്ട്, എൻ്റെ ഒറിജിനൽ അക്കൗണ്ട് യൂസർ നെയിം, ഫോളോസ് കൂട്ടേണ്ട അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്തിട്ട് നമ്മൾ താഴെ കാണുന്ന പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്ത പേജിലേക്ക് ലോഡ് ആവുകയാണ് ഗായ്സ്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ താപ്പോട്ട് നീക്കി വരിക. കാരണം എൻ്റെ പ്രൊഫൈലൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഒറിജിനൽ അക്കൗണ്ട് ലോഗിനേ ചെയ്തിട്ടില്ല. ഇനി നമ്മളിവിടെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഇൻസ്റ്റയിലേക്ക് ഫോളോസ് വരും. ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മച്ചന്മാരെ പറക്കുമെന്ന് വെച്ചാൽ പറക്കും നിങ്ങളുടെ ഫോളോവേഴ്സ്. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് താഴോട്ട് നീക്കി ഈ ടൈമർ 0 ആയ ഇത് 50 ഫോളോവേഴ്സ് കയറും. ഓക്കെ, പിന്നെ അതേപോലെ ഞാൻ നേരത്തെ 1, 2, 3 വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് കാണിച്ചിരുന്നല്ലോ. അതെന്തുവാണെന്നറിയോ? അതും ഇതേ മോഡൽ വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് അതിലെല്ലാം ഈ സെയിം ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ഫോളോസ് കിട്ടാം. ഒരു ഫേക്ക് അക്കൗണ്ട് വെച്ച് ഒരു വട്ടം നിങ്ങൾ ഈ സൈറ്റിൽ നിന്ന് ഫോളോസ് കിട്ടിയാൽ പിന്നെ 60 മിനിറ്റ് കഴിഞ്ഞിട്ടേ ആ സെയിം ഫേക്ക് അക്കൗണ്ട് വെച്ച് ഫോളോസ് കിട്ടാൻ പറ്റുള്ളൂ. അടുപ്പിച്ച് ഫോളോസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് കൂടെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫേക്ക് അക്കൗണ്ട് വെച്ച് ഒരു വട്ടം ഫോളോസ് കിട്ടി 60 മിനിറ്റ് കഴിഞ്ഞേ പറ്റുള്ളൂ. ഇതിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ട് അങ്ങനെ ലോഗൗട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേളിൽ തന്നെ നമ്മുടെ ചെറിയൊരു ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ 3ാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളിതിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ട് സിംപിളി നമുക്ക് ലോഗൗട്ട് ചെയ്യാൻ സാധിക്കും. അടിപൊളി വെബ്സൈറ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞ മല്ലി ഫോളോസ് കിട്ടുന്ന ആപ്പിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതെന്തോന്ന് വെച്ചാൽ ഇതാണ് ആപ്പ്. ജസ്റ്റ് ഈ ആപ്പിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് മല്ലു ഫോളോ എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇതുവഴി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മലയാളി ഫോളോവേഴ്സ്, ഫേക്കല്ല മലയാളികളെയാണ് ഇതുവഴി കിട്ടുന്നത്. പിന്നെ അതേപോലെ നിങ്ങൾ ഇതിൽ പെർ ഡേ 50 പേരെ മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഒരിക്കലും ചെയ്യരുത്. ഓരോ ദിവസവും 40 പേരെ 50 പേരെ മാത്രമേ ഫോളോ ചെയ്യാവുള്ളൂ. 100 കൂടുതൽ ചെയ്താൽ നമുക്ക് ആക്ഷൻ ബ്ലോക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യുക കേട്ടോ. നമ്മുടെ സ്റ്റോർ എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് ആക്റ്റീവ് മലയാളി ഫോളോവേഴ്സാണ് കിട്ടുന്നത്. ഇതിൻ്റെ വീഡിയോ കാണാൻ മറക്കണ്ട. തീർച്ചയായിട്ടും ഇത് ചെയ്തിട്ട് അത് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണം മച്ചാൻ വരെ. ഇവിടം വരെ നിങ്ങൾ കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യണം. കണ്ടെന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്യണം. ഞാൻ ലാസ്റ്റ് വരെ കണ്ടെന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ മച്ചാന്മാരെ.